എനിക്ക് ഫസ്റ്റ് ടൈമാണ് ട്ടോ ഒരേ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് തന്നെ 2 ഫ്രെയിമുകൾ ഒരുമിച്ച് ചെയ്യാൻ കിട്ടണത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എനിക്ക് നല്ലപോലെ ഉണ്ട് ട്ടോ. അങ്ങനെ ഒരു വർക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തപ്പോൾ ഓക്കെ ആയിരുന്നു. ഫ്ലവർ അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തുളസിയുടെ ഗാർലൻഡും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്ടോ. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ ചെയ്തു കൊടുത്തു. പിന്നെ സെക്കൻഡ് ചെയ്ത ഫ്രെയിമിൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവർ ട്രിപ്പിൽ പോയേക്കായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ചെയ്ത് തീർക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ അവർക്ക് ഫ്ലവർ അറേഞ്ച് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അത് ഫൈനലായിട്ടുണ്ടായിരുന്നു. ഫൈനൽ കോട്ട് ഞാൻ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ ഓക്കെ പറഞ്ഞു കേട്ടോ. വേറെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രെയിം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് കോട്ടൊക്കെ കൊടുത്തു കേട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ച് കൊടുത്തപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് വന്നത്. വെഡ്ഡിങ് ഡേറ്റ് അങ്ങോട്ട് മാറിപ്പോയി. അത് എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. കാരണം എനിക്ക് വെഡ്ഡിങ് ഡേറ്റോ അവരുടെ നെയിമോ ഒന്നും അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്റ്റയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വേറൊരു ഫ്രെയിമിലേക്ക് പോകേണ്ട ഡേറ്റാണ് ഇതിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കാണ്ട് ചെയ്തുകൊണ്ടാണ്. പിന്നെ അതിൽ വീണ്ടും റീവർക്ക് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇതാണ് സെക്കൻഡ് ചെയ്ത ഫ്രെയിം. പിന്നെ എല്ലാം കൂടെ അറേഞ്ച് ചെയ്തത് ഈ 2 ഫ്രെയിമും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് അയച്ചു കേട്ടോ. ഇതിൽ ഈ ഹാങ്ങിങ്സും പിന്നെ ഒരു സ്റ്റാൻഡും കൂടെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഷിപ്പിംഗ് ചെയ്ത് അവിടെ എത്തിയപ്പോൾ ഈ പിന്നെ അങ്ങോട്ട് ഒടിഞ്ഞു പോയി ഹാങ്ങിങ് ചെയ്തിരിക്കണത്. അപ്പോൾ അത് നമ്മൾ ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റീവർക്ക് ചെയ്ത് കൊടുക്കും. ഫ്രീ ആയിട്ട് റീവർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാ കസ്റ്റമറും അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ.